നമുക്ക് നമ്മുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മുടെ മലയാളത്തിലുള്ള അഭിനേതാക്കളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ വലിയ ബഹുമാനം കലർന്നിട്ടാണ് അങ്ങനെയുള്ളൊരു അങ്ങനെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ പക്ഷേ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മലയാള സിനിമകളിലാണെങ്കിലും അങ്ങേയറ്റം സൗഹൃദപരമായിട്ട് മലയാള സിനിമകളിൽ അതുകൊണ്ട് തമിഴ് സിനിമയിൽ ഭാഷ സംസാരിക്കുന്ന ഭാഷ വേറെയാണ് എന്നല്ലാതെ മറ്റുള്ള രീതിയിലൊന്നും എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസം അതേ ഒരു ഊഷ്മളതയും അതേ ഒരു സന്തോഷവും ആ ഒരു സെറ്റിലുണ്ടായിരുന്നു. ഒരേ ഒരു വ്യത്യാസം മലയാള സിനിമ കൂടുതലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ ശീലമുണ്ട്. തമിഴ് സിനിമയിൽ അധികം ആ വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മഞ്ജു ആദ്യം തമിഴിൽ അഭിനയിച്ച അസുരൻ സിനിമയെ കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ തമിഴില് നമ്മളുടെ നായകൻ ഉൾപ്പെടെ കാസ്റ്റ് അതുപോലെ തന്നെ ദളിത് അത്തരം കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ തമിഴ് സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ടി കെ രാജീവ്കുമാർ ചാണക്യനായിട്ട് കമൽഹാസനെ അവതരിപ്പിച്ച ടി കെ രാജീവ്കുമാർ കണ്ണിൻ്റെ പൊട്ടും തൊട്ടിനകത്ത് നമ്മൾ ഭദ്ര എന്ന കഥാപാത്രം വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ്. അത് അത്തരം കഥാപാത്രങ്ങൾ മലയാളത്തിലും തമിഴിലും ഉണ്ടാകുന്നത് ഈ സമൂഹത്തിൽ വന്ന ഒരു മാറ്റത്തിൻ്റെ പ്രതിഫലനമായിട്ട് മഞ്ജു കാണുന്നുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും സിനിമയിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സമൂഹത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വലിയൊരു ആഴത്തിൽ ചിന്തിക്കാറില്ല സാർ. അത് എനിക്ക് എന്നെ തേടി വരുന്ന നല്ല കഥാപാത്രങ്ങളിൽ അതിന് ദൈവത്തിനോട് നന്ദി പറയാനാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ശ്രീ കമൽഹാസൻ ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയും ഇതൊരു അദ്ദേഹം പറയുന്നതാണ് കേൾക്കേണ്ടത്. അതാണ് ഞാൻ കാത്തിരിക്കുന്നത്. നമ്മളൊരു സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ എന്നുള്ള നിലയിൽ അങ്ങനെ കാണണോ, അതിൽ